ഹലോ അർജുൻ. ആ മേഘ, ഇന്നലെ എന്റെ കാറിന് മുമ്പിൽ വട്ടം ചാടിയ ഒരാളെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു എന്ന് പറഞ്ഞിരുന്നില്ലേ? ആ അതെ, അയാള് ബോധം വന്നപ്പോ അവിടുന്ന് പോയെന്നും പറഞ്ഞല്ലോ. അയാളെ കണ്ടോ? അതില്ല, പക്ഷെ അയാളെ എനിക്ക് നേരത്തെ അറിയാം. നേരത്തെ അറിയാന്നോ? എങ്കിലത് ആരാ അർജുൻ? പണ്ട് സ്കൂളിൽ വെച്ച് ഒരാൾ നിന്നെ കുറിച്ച് എന്നോട് ചോദിച്ചെന്ന് പറഞ്ഞില്ലേ, അത് അയാളാണ്. ഭാസ്കരേട്ടനോ? ആ അതെ, അയാൾ തന്നെ. ഷുവറാണോ അർജുൻ? ഷുവറാണ് മേഘ, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഭാസ്കരേട്ടന്റെ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി ഞാൻ മൂന്നാറിൽ വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. ഭാസ്കരേട്ടൻ ഇപ്പൊ അവിടെ ഇല്ല, എങ്ങോട്ടേക്കോ പോയെന്ന് എന്നോട് പറഞ്ഞത്. അവിടെ നിന്ന് എന്തിനായിരിക്കും ഇങ്ങോട്ട് വന്ന്? മിക്കവാറും എന്നെ കാണാൻ വേണ്ടി ആയിരിക്കും അർജുൻ. ഭാസ്കരേട്ടനെ കണ്ട് എനിക്ക് ഒരുപാട് കാര്യം ചോദിക്കാനുണ്ട്. മേഘയെ കാണാൻ വന്ന ഭാസ്കറിനെ ആരോ പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ആരായിരിക്കും അങ്ങനെ ഒരു കടുങ്കൈ ചെയ്തത്? ചിലപ്പോ മഞ്ജരി ആയിരിക്കോ? അവൾ എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? അവളല്ലേ ആള്. എന്തെങ്കിലും ഒരു കൊനഷ്ട അവൾ ഒപ്പിച്ചിട്ടുണ്ടായിരിക്കും. എനിക്കറിയാൻ വയ്യാത്ത എന്തെങ്കിലും രഹസ്യം ഭാസ്കരേട്ടനെ അറിയുമായിരിക്കും. അതൊരിക്കലും ഞാൻ അറിയാതിരിക്കാൻ വേണ്ടിയായിരിക്കും മഞ്ജരി ഭാസ്കരേട്ടനെ കിഡ്നാപ്പ് ചെയ്ത് കെട്ടിയിട്ടത്. അതല്ല, ഇനി മറ്റെന്തെങ്കിലും സംഭവിച്ചതായിരിക്കും. എങ്കിൽ എന്തായിരിക്കും അത്? ഓക്കേ മേഘ, ഞാൻ ഭാസ്കറിനെ കുറിച്ച് ഒന്നുകൂടി ഒന്ന് അന്വേഷിക്കട്ടെ. എന്തെങ്കിലും അറിഞ്ഞാൽ ഞാൻ അപ്പൊ തന്നെ വിളിച്ചോളാം. എന്നാ വെക്കട്ടെ. രണ്ടു മൂന്ന് ദിവസമായിട്ട് ഞാൻ മൂന്നാറിലെ കാര്യങ്ങൾ അമ്മയോട് ചോദിക്കുന്നതാ. അപ്പോഴൊക്കെ മഞ്ജരിക്കും ചെറുമയ്ക്കും നല്ല ടെൻഷനും ഉണ്ടായിരുന്നു. ഭാസ്കരേട്ടനെ അവരാണ് കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിലെന്തോ വലിയൊരു രഹസ്യമുണ്ട്. എന്നാലും അങ്ങനെ എന്ത് പറയാനായിരിക്കും ഭാസ്കരേട്ടൻ വന്നത്? എന്താ വിവേക് ഈ സമയത്ത് ഇങ്ങോട്ടേക്ക്? അതെ ചാരു, നീ ഇവിടെ ഉണ്ടാവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അത് ശരി, അപ്പൊ എനിക്ക് വേണ്ടി വന്നതല്ല? വന്നതല്ലേ എന്നൊക്കെ ചോദിച്ച കറങ്ങി തിരിഞ്ഞ് ഇവിടെ തന്നെ എത്തിയില്ലേ? കറങ്ങി തിരിഞ്ഞ് എത്തിന്ന് പറഞ്ഞ അത് പിന്നെ റൂമിൽ വെച്ച് അങ്ങനെയൊക്കെ സംഭവിച്ചപ്പോ അതിന് അതുപോലെ വീണ്ടും എന്തെങ്കിലുമൊക്കെ നടക്കുകയാണെങ്കിൽ ചെവി കൂടെ പൊന്നീച്ച പറക്കുവേ. എന്ന് വെച്ചാ എന്നെ അടിക്കുമെന്നാണോ? പിന്നല്ലാതെ പിടിച്ച് ഉമ്മ തരാൻ പറ്റുമോ? ഒരു ഉമ്മൊക്കെ തരുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല കേട്ടോ. വെറുതെ സ്വർഗത്തിലെ കട്ടോറുമ്പാവാൻ ഇപ്പൊ ആരാ ചാരു വിളിക്കുന്നത്? ആരാന്നറിയില്ല. ഹലോ, ആരാ സംസാരിക്കുന്നത്? ഞാൻ ആരാ എന്താണെന്നൊന്നും നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ നല്ലതിനു വേണ്ടിയാ സംസാരിക്കുന്നേ. നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അവിടെ നിന്ന് മാറി നിൽക്ക്. ഒരു മിനിറ്റ് വിവേക്, ഇപ്പൊ വരാം. പറഞ്ഞോളൂ. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഹോട്ടൽ അശോകയിലേക്ക് എത്തണം. അതെന്തിനാ? നിങ്ങളുടെ വീട്ടിൽ നിന്ന് മഞ്ജരി എന്നൊരാൾ എന്നെ വിളിച്ചിരുന്നു. അവരുടെ കയ്യില് നിങ്ങളുടെ ചേച്ചിയുടെ അമ്മായിയമ്മയുടെ ഒരു വീഡിയോ ഉണ്ട്. നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഫോൺ ഞാൻ തരാം. അതിരിക്കട്ടെ, നിങ്ങൾ ആരാന്ന് പറഞ്ഞില്ല. എന്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നിങ്ങൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ എല്ലാ കാര്യവും വിശദമായിട്ട് പറയാം. അപ്പൊ വരില്ലേ? ശരിയെന്നാ, ഞാൻ പെട്ടെന്ന് വന്നോളാം. ചരു നിക്ക്. എന്താ ചേച്ചി? ഇത്ര ധൃതി പിടിച്ച് നീ ഇങ്ങോട്ടാ പോന്നെ? ഞാൻ പെട്ടെന്ന് തിരിച്ചു വരാം ചേച്ചി. നീ നിക്ക്. എങ്ങോട്ടാ പോന്നെന്ന് പറഞ്ഞിട്ട് പോ. തിരിച്ചു വന്നിട്ട് എല്ലാം പറയാം ചേച്ചി. ബൈ. ചാരു, ചാരു. അയ്യോ,
അയ്യോ. ആ, മിഥുനേട്ടാ മാറി നിക്ക്. എഴുന്നേക്ക് മിഥുനേട്ടാ, ഞാൻ എടുത്തോളാം. ഞാൻ തന്നെ വിളിച്ചില്ലല്ലോ. ഇത് ഞാൻ ചെയ്തോളാം മിഥുനേട്ടാ. എനിക്ക് ആരുടെ സഹായം വേണ്ട. ഇത് മിഥുനേട്ടന്റെ ജോലിയല്ല. പിന്നെ ഇത് നിന്റെ റൂമും അല്ലല്ലോ. ഇപ്പൊ എന്തിനാ എന്റെ റൂമിലേക്ക് വന്നേ? കുട്ടികൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ പേര് പറയായിരുന്നു. ഇതിപ്പോ അവര് ഇവിടെ ഇല്ലല്ലോ. ഇവിടെ നിന്ന് ഇറങ്ങി പോവാൻ നോക്ക്. ആ, ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞില്ലേ. എനിക്ക് നിന്റെ സഹായം വേണ്ട. പ്ലീസ് മിഥുനേട്ടാ, ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞില്ലേ. ഞാൻ വേണ്ടാന്ന് പറഞ്ഞല്ലോ. പറഞ്ഞാൽ അനുസരിക്കില്ലെന്നാണോ? ഇങ്ങനെയൊക്കെ ചെയ്ത എന്റെ സ്നേഹം പിടിച്ചു പറ്റാന്ന് വല്ല വിചാരമുണ്ടോ? ഇല്ല. പിന്നെന്തിനാ ഇങ്ങനെ ചെയ്യുന്നേ? മിഥുനേട്ടന് പരിക്കുണ്ടാവാതിരിക്കാൻ. എന്നോട് നിനക്ക് അത്രയ്ക്കും കെയറിംഗ് ആണോ? എന്നോട് തിരിച്ച് അതുപോലും ഇല്ലല്ലോ മിഥുനേട്ടന്. എനിക്ക് നിന്നെ കെയർ ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ടല്ലേ ഇന്നലെ മഞ്ജരി എന്നെ അത്രയേറെ വേദനിപ്പിച്ചപ്പോഴും ഒരക്ഷരം മിണ്ടാതിരുന്നത്. എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്തൊക്കെ വൃത്തികേട് അവൾ വിളിച്ചു പറഞ്ഞത്. എന്നിട്ട് വല്ല കുലുക്കം ഉണ്ടായിരുന്നു മിഥുനേട്ടന്. ആ സമയത്ത് മിഥുനേട്ടന്റെ മൗനമാണ് എന്നെ കൂടുതൽ വേദനിപ്പിച്ചത്. മിഥുനേട്ടൻ എന്നോടുള്ള ദേഷ്യമൊക്കെ എനിക്ക് മനസ്സിലാവും. എന്നെ മിഥുനേട്ടന്റെ ഭാര്യയെ അംഗീകരിക്കാൻ കഴിയാത്തത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നിരുന്നാലും മിഥുനേട്ടന്റെ കൺമുന്നിൽ വെച്ചാണ് അവൾ എന്റെ പാതിവ്രത്യത്തെ ചോദ്യം ചെയ്തത്. അത് കേട്ട് എങ്ങനെ മിണ്ടാതെ നിൽക്കാൻ കഴിഞ്ഞു? എന്തിനെങ്ങനെ ഒരു മുഖം മൂടി അണിഞ്ഞുകൊണ്ട് ജീവിക്കുന്നത്? ആരെ പേടിച്ചിട്ട് മനസ്സിലെ ഫീലിങ്സ് ഒന്നും പുറത്ത് കാണിക്കാതിരിക്കുന്നേ? എന്തിനാ സ്വന്തം വ്യക്തിത്വത്തെ ഇങ്ങനെ അടിച്ചമർത്തുന്നത്? അയ്യോ മേഘനെ, എവിടെ കാണിച്ചേ? നോക്ക്, നിന്നോടുള്ള സ്നേഹം കൊണ്ട് ചെയ്തതല്ല. അങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നിന്നെ എനിക്കറിയാലോ. ഇതും മറ്റൊരു സാഹചര്യത്തിൽ നീ നിന്റെ ഫേവറാക്കും. എനിക്ക് അങ്ങനെയുള്ള അത്യാഗ്രഹങ്ങളൊന്നുമില്ല. മിഥുനേട്ടന് മുറിവൊന്നും ഉണ്ടാക്കരുതെന്നേ വിചാരിച്ചുള്ളൂ. അല്ലാതെ എന്റെ മുറിവുകൾക്ക് മരുന്ന് തേടി വന്നതല്ല.
4 ചുവരുകൾക്കുള്ളിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തു ആവാം മിഥുനേട്ടാ. പക്ഷെ 4 ആളുകൾക്ക് മുന്നിൽ അവളെ വിലപേശാൻ ഒരിക്കലും വിട്ടുകൊടുക്കരുത്. ഫോണിലൂടെ അവര് പറഞ്ഞത് ഈ ഹോട്ടലിൽ വരാനല്ലേ? ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. ഹലോ, നിങ്ങളിവിടെ എത്തിയോ? നിങ്ങൾ എവിടെയാ? ഞാൻ റിസപ്ഷനിലുണ്ട്. ഞാൻ ഇവിടെ തന്നെയുണ്ട്. റൂം നമ്പർ 322. നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നോളൂ. അങ്ങോട്ടേക്ക് വരാനോ? ഞാൻ ഇത്തരം സ്ഥലങ്ങളിലൊന്നും ഇതുവരെ വന്നിട്ടില്ല. നിങ്ങൾ ദയവീതൊന്ന് താഴേക്ക് വരാമോ? അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് വളരെ ഡീസന്റ് ആയിട്ടുള്ള സ്ഥലോ. ഒരു പ്രശ്നം ഉണ്ടാവില്ല. കേറി വന്നോളൂ. റൂം നമ്പർ 322 എവിടെയാണ്? 3-ാം നിലയില. ഉം. അകത്തേക്ക് കേറി വന്നോളൂന്നേ. ആ ഫോൺ ആദ്യം അകത്തേക്ക് കേറി വാ, തരാം. പേടിക്കാണ്ട് കേറി വാ, വന്നോളൂന്നേ. ദാ ഇവിടെ ഇരിക്കൂ. ധൈര്യമായിട്ട് ഇരുന്നോളൂന്നേ. ഇരിക്ക്. ഇത് വളരെ ഡീസന്റ് ആയിട്ടുള്ള സ്ഥലമാ. നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട. ആ ഫോൺ തരൂ ആന്റി. എന്തിനാ ഇത്ര ധൃതി? മേഘനയുടെ അനിയത്തിയല്ലേ നീ? കുറച്ചുകൂടെ ധൈര്യമായിട്ട് ഇരിക്ക്. ടീയോ കോഫിയോ കൂൾ ഡ്രിങ്ക്സോ എന്താ വേണ്ടത്? ശരിക്കും നിങ്ങൾ ആരാ? എന്നെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? മഞ്ജരിയുടെ ഫോൺ എങ്ങനെ നിങ്ങളുടെ കൈ കിട്ടിയത്? എല്ലാം ഞാൻ പറഞ്ഞുതരാം. കുട്ടി ഇവിടെ തന്നെ ഇരിക്കെ. ഞാൻ ചെന്ന് ആ ഫോണും എടുത്ത് നിനക്കൊരു കോഫി എടുത്തോണ്ട് വരാം. എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഞാൻ ഇവിടേക്കാ വന്നതെന്ന് ചേച്ചിയോട് ഫോൺ ചെയ്ത് പറഞ്ഞേക്കാം. അല്ലെങ്കിൽ വേണ്ട, മഞ്ജരിയുടെ ആ ഫോൺ കൂടി കിട്ടിയിട്ട് ചേച്ചിയെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയാം. മഞ്ജരിയുടെ ഫോൺ കയ്യിൽ കിട്ടിയാൽ ഉടനെ ആ വീഡിയോ എടുത്ത് ഡിലീറ്റ് ചെയ്ത് കളയണം. പിന്നെ അരുണിമാറ്റിക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. എന്റെ ചേച്ചിയുടെ ജീവിതവും ഹാപ്പിയാവും. വിവേക്, പറയട്ടെ. ചാരു എവിടേക്കേലും പോകുന്ന കാര്യം നിന്നോട് പറഞ്ഞിരുന്നോ? ഒന്നും പറഞ്ഞില്ലല്ലോ ഏട്ടത്തി. എന്റെ കൂടെ നിൽക്കുമ്പോ ആരോ അവളെ ഫോൺ ചെയ്തു. അപ്പൊ തന്നെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. എന്നോടൊന്നും പറയാതെ അവള് പോയത്. ഇന്ന് വരെ എവിടെ പോയാലും എന്നോട് പറയാതെ അവള് പോവാറില്ല. അവളിങ്ങ് വന്നോളൂ ഏട്ടത്തി. ഏട്ടത്തി എന്തിനാ ടെൻഷൻ ആവുന്നേ? അതല്ല വിവേക്, എന്റെ മനസ്സിൽ എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നു. അരുതാത്തത് എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നതായി എന്റെ ഉള്ളിലിരുന്ന് ആരോ പറയുന്നത് പോലെ. ഈ മേഘനയ്ക്ക് എങ്ങനെയാ ഏത് നേരത്തെ ഈ 6th സെൻസ് വർക്ക് ചെയ്യുന്നേ? അത് 6th സെൻസ് ഒന്നും അല്ല മഞ്ജരി, രക്തബന്ധങ്ങളല്ലേ. സ്വന്തം രക്തത്തിന് എന്തെങ്കിലും സംഭവിച്ചാ അത് നമുക്ക് നേരത്തെ മനസ്സിലാവും. എന്നാലും ആന്റിക്ക് ടെൻഷൻ തോന്നുന്നില്ലേ? അവൾക്കൊന്നും സംഭവിക്കില്ല ഏട്ടത്തി. ഏട്ടത്തി ഒന്ന് സമാധാനിക്കേ. ഇല്ല വിവേക്, നീ ഒന്ന് ചാരുവിന് ഫോൺ വിളിച്ചു നോക്കേ. ശരി ഏട്ടത്തി.
ചാരു ഫോൺ എടുക്കുന്നില്ലല്ലോ ഏട്ടത്തി. എനിക്ക് വല്ലാതെ പേടിയാവുന്നുണ്ട് വിവേക്. ഞാൻ വിളിച്ചിട്ട് അവള് ഫോൺ എടുത്തില്ല. ഏട്ടത്തി ഇങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. എനിക്ക് ചാരുവിന്റെ കുറച്ച് ക്ലോസ് ഫ്രണ്ട്സിനെ അറിയാം. ഞാൻ അവരെ ഒന്ന് വിളിച്ചു നോക്കട്ടെ ഏട്ടത്തി. ആന്റി ഇനി ഒരുപാട് ലേറ്റ് ആവണ്ട, സ്റ്റാർട്ട് ചെയ്യ്. ഇല്ലെങ്കിൽ നമ്മുടെ പ്ലാൻ ചിലപ്പോ പാളി പോവും. പറയ്, ആ കുട്ടിയെ റൂമിൽ ഇരുത്തിയിട്ടുണ്ട് മാഡം. നിങ്ങൾ അവിടുന്ന് പെട്ടെന്ന് പോയിക്കോളൂ. ശരി, ഞാൻ ഇറങ്ങാം മാഡം. ആ ഹലോ, റിപ്പോർട്ടർ ദേവകിയല്ലേ? അതെ, നിങ്ങളാരാ? ഞാൻ ആരായ നിങ്ങൾക്ക് എന്താ? നിങ്ങൾക്കൊരു ബ്രേക്കിംഗ് ന്യൂസ് തരാനാ ഞാൻ വിളിച്ചത്. എന്റെ ബ്രേക്കിംഗ് ന്യൂസോ? അതെ, നിങ്ങൾ ഹോട്ടൽ അശോകയിലേക്ക് പോവാണെങ്കിൽ ഒരു വലിയ വീട്ടിലെ പെൺകുട്ടിയുടെ അവിഹിത ബന്ധം പിടിക്കാൻ പറ്റും. ഏതാ പെൺകുട്ടി? നിങ്ങൾ ആ ക്യാമറയും കൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ല്, ബാക്കിയൊക്കെ വഴിയെ മനസ്സിലാക്കോളൂ. ഹലോ ഹലോ, സിറ്റി ഇൻസ്പെക്ടർ മഹേന്ദ്രൻ സർ അല്ലേ? അതെ, നിങ്ങളാരാ? ഹോട്ടൽ അശോകയില് റൂം നമ്പർ 322 അനാശാസ്യ പ്രവർത്തനം നടക്കുന്നതായിട്ട് അറിഞ്ഞിട്ടുണ്ട്. എത്രയും വേഗം പോവുകയാണെങ്കിൽ നിങ്ങൾക്കൊരു സെൻസേഷണൽ കേസ് തന്നെ കിട്ടും. ഇതൊക്കെ നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? എത്രയും വേഗം അങ്ങോട്ട് പോയി ആ കേസ് പിടിച്ച് പ്രൊമോഷൻ വാങ്ങിക്കാൻ നോക്ക് സർ. കോൺസ്റ്റബിൾസ്, നമുക്ക് പെട്ടെന്ന് ഹോട്ടൽ അശോകയിലേക്ക് പോകണം. നമ്മുടെ പ്ലാന്റെ സ്റ്റേജ് 2 പൂർത്തിയായിരിക്കുന്നു മഞ്ജരി. സ്റ്റേജ് 1 ചാരുവിനെ ഹോട്ടലിലേക്ക് എത്തിക്കുക. സ്റ്റേജ് 2 പോലീസിനെയും മീഡിയയും അവിടേക്ക് എത്തിക്കുക. ഇനി സ്റ്റേജ് 3 ചാരുവിന്റെ അറസ്റ്റ് ആണല്ലോ ആന്റി. അതങ്ങനെയല്ലേ വരൂ. ചാരുവിനെ പോലീസ് അറസ്റ്റ് ചെയ്യണമെങ്കിൽ ആ റൂമിൽ അവൾ ഒറ്റയ്ക്കിരുന്ന മാത്രം പോരല്ലോ. ഹാ, ചാരു ആ റൂമിൽ ഒറ്റയ്ക്കാണെന്ന് ആരാ നിന്നോട് പറഞ്ഞത്? എന്നുവെച്ചാ യെസ്, ആ റൂമിൽ ഫാൻ ഉണ്ട്, AC ഉണ്ട്, ബെഡ് ഉണ്ട്, കോട്ടുണ്ട്, കബോർഡും ഉണ്ട്. ആ കബോർഡില് ഓൾറെഡി ഒരുത്തൻ കേറി ഇരിപ്പുണ്ട്. അതൊക്കെ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു അല്ലേ? ആണല്ലോ. ചാരുവിന് ഇത്തവണ രക്ഷപ്പെടാൻ കഴിയില്ല. നമ്മൾ പ്ലാൻ ചെയ്ത പോലെ അവളെ അറസ്റ്റ് ചെയ്യുന്നു. അപമാനം സഹിക്കാൻ വയ്യാതെ അവള് തീരുന്നു. നിന്റെ ഫോണിന്റെ പേരും പറഞ്ഞാ ഞാൻ അവളെ അവിടം വരെ എത്തിച്ചത്. ഇനി അവളെ മേഘനയ്ക്കല്ല, ആ ദൈവത്തിന് പോലും രക്ഷിക്കാൻ കഴിയില്ല. ജേട്ടാ, ആരാ ഫോൺ? ഭാർഗവ പണിക്കരാ. അയ്യോ, ഭാർഗവ പണിക്കരോ? പണിക്കരെ നേരിട്ട് വിളിക്കണമെങ്കിൽ ഇനി മിഥുൻ എന്തെങ്കിലും ആപത്തുണ്ടായിരിക്കോ? തന്നെ. എന്നാ നീ തന്നെ സംസാരിക്കേ. പറയൂ ഭാർഗവ പണിക്കരെ, എന്താ ഫോൺ ചെയ്തത്? വീണ്ടും എന്തെങ്കിലും ആപത്തുണ്ടെന്നാണോ പറയുന്നത്? അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ശരി, എന്ന് പിന്നെ പറയൂ പണിക്കരെ. നിങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും മംഗളകർമ്മം നിശ്ചയിച്ചിട്ടുണ്ടോ? എന്ത് മംഗളകർമ്മം? ആരുടെയെങ്കിലും നിശ്ചയമോ അല്ലെങ്കിൽ കല്യാണം എന്തെങ്കിലും ഉറപ്പിച്ചിട്ടുണ്ടോ? ഇന്നലെ കുട്ടികളുടെ ബർത്ത്ഡേ ആയിരുന്നു. മറ്റൊന്നുമില്ല പണിക്കരെ. എന്താ അങ്ങനെ ചോദിച്ചത്? കവടി നിർത്തിയപ്പോ നിങ്ങളുടെ കുടുംബത്തിലൊരു മംഗളകർമ്മം നടക്കാനിരിക്കുന്നതായി കണ്ടു. എന്താന്നറിയില്ല പണിക്കരെ. കുറച്ചു നാളായി നമ്മുടെ കുടുംബത്തിൽ ആരുടെ മുഖത്തും ഒരു സന്തോഷം കാണാനായിട്ടില്ല. ഇനി എന്താവൂന്ന് അറിയില്ല. ജേട്ടാ, പണിക്കര് പറഞ്ഞ പോലെ എന്തേലും. അത്ര പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ എന്ത് മംഗളകർമ്മം നടക്കാനാ? ചാരുവിന്റെയും വിവേകിന്റെയും കല്യാണമാണെങ്കിൽ അത് ഈ അടുത്തെങ്കിലും നടക്കാനും പോകുന്നില്ല. ഞങ്ങളുടെ അറിവിൽ അങ്ങനെയൊന്നും ഇല്ല പണിക്കരെ. ശരി അരുണമേ, നിങ്ങൾ അറിഞ്ഞുകൊണ്ടാണോ അതോ അറിയാതെയാണോ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു ശുഭവേള എത്തിയിരിക്കുകയാണ് അരുണമേ. ഈ വീട്ടിൽ അങ്ങനെ ഒരു സന്തോഷത്തിനാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. അങ്ങ് പറഞ്ഞ പോലെ സംഭവിച്ച ഞങ്ങൾ എല്ലാവരും തന്നെ നേരിട്ട് അവിടെ വന്ന് പറയാം. ശരി അരുണമേ, മംഗളം ഭവന്തു. ആയിക്കോട്ടെ പണിക്കരെ. പണിക്കരെപ്പോഴും അപകടങ്ങളാണ് നമ്മളെ ആദ്യം അറിയിക്കാറുള്ളത്. ഇതാദ്യമായിട്ട് ഒരു മംഗളകർമ്മത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നത്. ശരിയാ ജയേട്ടാ, അതിന് എന്ത് കാര്യമാണോ എപ്പോഴാണോ നടക്കുന്നത്? ആ കോഫി എടുത്തു കുടിക്കും. ഇവരെന്താ ഇത്രയും നേരമായിട്ട് തിരിച്ചു വരാത്തത്? എക്സ്ക്യൂസ് മീ. എന്ത് സാർ, എന്താ പ്രശ്നം? റെയ്ഡിന് വന്നതാ.
ഈ ഹോട്ടലിൽ അങ്ങനത്തെ കാര്യങ്ങൾ നടക്കാറില്ല. റൂം നമ്പർ ഉൾപ്പെടെയാണ് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടിയിരിക്കുന്നത്. കോൺസ്റ്റബിൾസ് വാ.